ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയുടെ വീട്ടിൽ പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചോട്ടാ. ഇവിടുത്തെ ഓണാഘോഷ പരിപാടി നടത്തുന്നത് മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അവര് സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റിനെ ഇറക്കിയിട്ടുണ്ട്. ഈ വ്ളോഗ് കണ്ടുനോക്കും, എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുക. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓണത്തിന് വന്ന മാവേലി തിരിച്ച് പാതാളത്ത് പോയി. എന്നിട്ട് നമ്മുടെ ഓണത്തിന്റെ റീൽസും ഷോർട്സും നിന്നേ വരെ ഇട്ടിട്ടില്ല. നമ്മളെ സമയത്തിട്ട ചരിത്രവും ഇല്ല. അപ്പോൾ ഇതാ ഇപ്പോഴാട്ടോ ഓണത്തിന്റെ കിട നേരം കിട്ടിയേ. അങ്ങനെ ഇത് ഞങ്ങളുടെ മാമന്റെ അവിടെ ഉള്ള ഒരു ഓണാഘോഷ പരിപാടി കേട്ടോ, മണലായ. അപ്പൊ അവിടുത്തെ മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നേ. ഇത് കണ്ടപ്പോൾ എന്റെ കണ്ണ് രണ്ടും തള്ളിപ്പോയി. കാരണം ഇത്ര ഒരു നാട്ടിൽ ഇത്ര ഒരു എന്താ പറയാ, ആൾക്കാരെല്ലാരും കൂടിയിട്ട് ഇത്ര ഒരു ഫണ്ടൊക്കെ ഇറക്കിയിട്ട് ഒരു പരിപാടി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണണേ. ശരിക്കും ഞങ്ങൾക്കുണ്ടല്ലോ ഈ ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ടങ്ങനെ ഉണ്ടാവും, ആ ഒരു വൈബാർന്നിട്ടേക്ക്. കാരണം നമുക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. നമ്മൾ കോളേജിലൊക്കെ മാത്രമല്ല ഇങ്ങനത്തെ ഈ ഇത്രയും വലിയ ഗ്രാൻഡ് പരിപാടി കണ്ടിട്ടുള്ളത്. നാട്ടിലും ഒരു ഓണാഘോഷം ഇങ്ങനെ നടത്തുന്നു പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം അവിടുത്തെ ഗസ്റ്റായിട്ട് വിളിച്ചത് അവർ ഉണ്ണിക്കണ്ണൻ മംഗളനാമനെയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും ആളൊരു പഞ്ചപാവായിരുന്നു. ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ നട്ടപ്പാറ വെയിലത്ത് എന്തിനാ നടന്നത് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതൊരു രസം, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് മാത്രം ഞങ്ങൾ സഹിച്ചു പിടിച്ചു. ഇവിടെ നിഖിലേട്ട ആളെ പറ്റി പറയുമ്പോൾ ഞാൻ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ ആളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു പാവം മനുഷ്യനാട്ടോ. എന്തൊരു എല്ലാവരോടും ഒരേപോലെ നല്ല പോലെ കേട്ടോ സംസാരിക്കും, പെരുമാറൊക്കെ ചെയ്യുക. ഇപ്പം കഴിഞ്ഞ കൊല്ലം മിക്കൊല്ലായിട്ട് ഈ ഭയങ്കര വിഷമായിരുന്നു. എന്താ വെച്ചിട്ടാ, ഈ ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കോളേജിലേക്കൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറായിരുന്നു. കോളേജൊന്നും ഇല്ലല്ലോ. അപ്പോൾ പക്ഷെ ആ ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു ഓണത്തോടെ മാറി കിട്ടിയത്, ഈ ഒരു പരിപാടി കാരണം. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നാട്ടിൽ നടത്തണമെങ്കിൽ അവരുടെ ഒരു സഹകരണം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അതാട്ടൊക്കെ തോന്നിയത്. പക്ഷെ നമ്മളിവിടെ നിന്ന് അങ്ങനെ ഇത്രയധികം നാട്ടിലൊന്നും അവർ ഫണ്ട് ഇറക്കിയിട്ട് ഇങ്ങനെ മെനക്കെട്ടിട്ട് ചെയ്യില്ലല്ലോ. പക്ഷെ അത് അവിടെ അങ്ങനെ ചെയ്യണത് അത്രയും ഒരു കോർഡിനേഷനും കാര്യങ്ങളും പരസ്പരം ഉള്ള കാരണമാണല്ലോ. ഞങ്ങളവിടെ ഓണത്തിന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം അവിടെ മാമന്റെ മോളുടെ വീട് കാഴ്ചയായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ചെറുതായിട്ട് നടക്കണ പോലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു വിഷമം അങ്ങോട്ട് മാറി കിട്ടി അവിടെ പോയപ്പോൾ. അവർ ഘോഷയാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ. ഘോഷയാത്ര മോട്ടോർ ഷോ ഒക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നേരമായിരിക്കും കേട്ടോ. അതിന് ശേഷം കേട്ടോ നമ്മൾ ഈ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് അന്ന് തന്നെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ബോയ്സിന്റെ കസേര കളി കാണാൻ നല്ല രസമല്ലേ. മൊത്തം പെറുക്കായിരിക്കും, ഒന്നും നേർച്ചോനെ കളിക്കില്ല, ഒക്കെ ഉടായ്പ്. ഞങ്ങളൊക്കെ കൂടിയായിരുന്നു കേട്ടോ കസേര കളിക്കുകയും. ഞങ്ങൾക്ക് വേഗം തന്നെ ഔട്ടായി. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗളം. എൻ്റെ അനിയത്തി ശ്രീലക്ഷ്മി നിഖിൽ. ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് അടിപൊളിയാക്കാം. ഇവർ നമ്മുടെ ചങ്ക് അനിയന്മാരും അനിയത്തിമാരും. ഉണ്ണിക്കണ്ണൻ മംഗളം, ഉമ്മാമ്മ വിജയാണ്. ഹാപ്പി ഓണം.